നമസ്കാരം. വിവിധ സംസ്ഥാനങ്ങളിൽ ലഹരിക്കടത്ത് നടത്തുന്ന സംഘത്തിന്റെ തലവൻ അറസ്റ്റിലായി. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ തണ്ണിയംകുഴിവിള വീട്ടിൽ അനീസ് എന്ന ജാഫറാണ് വെള്ളറട പോലീസ് പിടിയിലായത്. ഇയാളെ ഒഡീഷയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഒഡീഷയിലെ കോരാപൂട്ട് ജില്ലയിൽ പാഡ്വ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാൽഡ ഗ്രാമത്തിൽ ഇയാൾ ഏറെക്കാലമായി താമസിച്ചു വരികയായിരുന്നു. മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് കഞ്ചാവ് കടത്തുന്ന സംഘത്തിന്റെ തലവനാണ് ഇയാൾ. അധികാരികളുടെ പിടിവീഴാതിരിക്കാനായി ബാൽഡ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ആയിരുന്നു പണമിടപാടുകൾ. അതുപോലെ സ്വന്തമായി സിം കാർഡ് ഉപയോഗിക്കാതെയും ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വെള്ളറട ആറാട്ടുകുഴിയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ 47 കിലോ കഞ്ചാവുമായി 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ജാഫർ വലയിലായത്. പിടിയിലായ 5 പേരും ഇപ്പോഴും ജയിലിലാണ്. ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, നെടുമങ്ങാട് ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഒഡീഷയിലെ ജാഫറിന്റെ പ്രാദേശിക ബന്ധം പോലീസിനെ ഏറെ ബുദ്ധിമുട്ടിച്ചു. 2 തവണ ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഇയാൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് ഒളിക്കുകയായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ അന്വേഷണ സംഘം റെയിൽവേ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഒഡീഷയിലെ ബാൽഡ ഗ്രാമത്തിൽ എത്തി. ബാൽഡ ഗുഹയ്ക്ക് സമീപം വനത്തിൽ ദിവസങ്ങളോളം ഒഡീഷ്യ പോലീസിനെ പോലും അറിയിക്കാതെ തങ്ങിയാണ് അതിസാഹസികമായി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.